അടുത്ത് നോക്കാൻ പോകുന്നത് BCD ടു ഹെക്സ് കൺവേർഷനാണ്. BCD ടു ഹെക്സ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ BCD വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. സപ്പോസ് 25 ഇതൊരു ലൊക്കേഷനിൽ കൊടുക്കുന്നു. 3000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക 25. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കോഡ്. ഇപ്പോൾ 25ൻ്റെ ഹെക്സ് കോഡ് എന്ന് പറഞ്ഞാൽ 19 ആണ്. സോ ഈ 19 നമ്മൾക്ക് കിട്ടണം. അത് അടുത്ത ലൊക്കേഷനിലേക്കായിരിക്കും 3001. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട്, ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്. 25 ആണ് BCD. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കോഡാണ് 25ൻ്റെ ഹെക്സ് 19. അതായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ആ പ്രോഗ്രാമിൽ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഈ ഒരു കൺവേർഷൻ നടത്തുന്നത് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിങ്ങിനുള്ളത് 25 ആണ്. അങ്ങനെ എഴുതുന്നു. അപ്പോൾ 25 ലോവർ 4 ബിറ്റ്സ് 5, അപ്പർ 4 ബിറ്റ്സ് 2. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റ് സെപ്പറേഷനാണ്. ഡിജിറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 5നെ സെപ്പറേറ്റ് ചെയ്യും, അതുപോലെ 2നെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് 2 ആണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 25നെ വേറൊരു വാല്യൂ ആയിട്ട് ആൻഡ് ഓപ്പറേഷൻ നടത്തും. അപ്പോൾ 25നെ ഏത് വാല്യൂ ആയിട്ട് ആൻഡ് ചെയ്താലാണ് 2 സെപ്പറേറ്റ് കിട്ടുക? അപ്പോൾ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ F0 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 1, 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 0. സോ ഈ 1 1 1 1 0 0 0 0 അതിൻ്റെ ഹെക്സ് കോഡാണ് എന്ത്? F0. സോ ഇത് തമ്മിൽ ആൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് ആൻഡ് ചെയ്ത് പറയാം. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ അറിയാമല്ലോ, 1ആയിട്ട് ആൻഡ് ചെയ്താൽ മാത്രമേ വാല്യൂ കിട്ടുകയുള്ളൂ. 0 ആയിട്ടാണ് ആൻഡ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ വാനിഷായി പോകും. അപ്പോൾ 2, അപ്പോൾ ഈ വാല്യൂ F ആയിട്ട് ആൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 2 എന്ന് പറയുമ്പോൾ 0 0 1 0 ആണ്. അതും ഈ പറഞ്ഞ ഓൾ വൺസുമായിട്ട് 4 വൺസുമായിട്ട് ആൻഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 0 0 1 0 തന്നെ വരും. അല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2 ആൻഡ് F എന്ന് പറഞ്ഞാൽ 2 തന്നെ ആയിരിക്കും. 5 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിട്ട് ആൻഡ് ചെയ്യുമ്പോഴത്തേക്കും അത് 0 ആയി പോകും. 2 0 ആയിട്ട് മാറും. വി ഗെറ്റ് 2 0. സോ അപ്പോൾ ഈ ഒരു 2 എന്ന് പറയുന്ന ഡിജിറ്റ് സെപ്പറേറ്റ് ആയി. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഈ 2 0 ആക്കി ഇത് എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ഏതെങ്കിലും രജിസ്റ്ററിൽ നമ്മൾ കീപ്പ് ചെയ്യും. സോ ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5നെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി സെയിം ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 25നെ നമുക്കിനി 2 സെപ്പറേറ്റ് ചെയ്ത് 5 വേണം. അതിനുവേണ്ടി അഗെയിൻ ആൻഡ് ഓപ്പറേഷനാണ് നടത്തുന്നത്. സോ ഫസ്റ്റ് F0 ആയിട്ടാണ് ആൻഡ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 0 F ആയിട്ടാണ്. കാരണം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഈ രജിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ രജിസ്റ്ററിൻ്റെ ലോവർ ഹാഫിലുള്ള വാല്യൂ ആണ് വേണ്ടത്. സോ ഇങ്ങനെ ആൻഡ് ചെയ്യുന്നു. പഴയ ലോജിക്ക് തന്നെയാണ്. 0 ആയിട്ടുള്ള ആൻഡിങ് 0 ആയി പോവും. F ആയിട്ടുള്ള ആൻഡിങ് ഏത് വാല്യൂ ആണോ F ആയിട്ട് ആൻഡ് ചെയ്യുന്നത് ആ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. സോ ഈ ഒരു ആൻഡ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 5 ആയിരിക്കും. സോ ഇങ്ങനെ നമ്മൾ കൊടുത്ത ഇൻപുട്ടിൻ്റെ ഡിജിറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. സോ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ 25 എന്ന് വെച്ചാൽ എന്താണ്? 25 എന്ന് വെച്ചാൽ 2 × 10 + 5 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 × 10 + 5 കാൽക്കുലേറ്റ് ചെയ്താൽ എക്സാക്റ്റ് 25 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ 2 ഉണ്ട് 5 ഉണ്ട്. ഇനി 25 ഉണ്ടാക്കണം. 25 ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ 25ൻ്റെ ഹെക്സ് കോഡ് ഉണ്ടാക്കണം. അതാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ലോജിക്ക് ഇതാണ്.
2നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് 5 ആയിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ 2ഉം 5ഉം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പോസ്റ്റാണ് 2 × 10. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആൻഡ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. x20. നമുക്ക് വേണ്ടത് 2 × 10 ആണ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണം, ഇത് 20 ആണ്, ഇതിനെ 02 ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യുക, സോ അതിനെ ചെയ്യേണ്ടത് സ്വാപ്പ് ചെയ്യുക. 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 0 ഇങ്ങോട്ട് കൊണ്ടുവരിക. സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 20 എന്താവും, 02 ആയിട്ട് മാറും. സോ ഇതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 20. 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കോഡ് കിട്ടും. അപ്പോൾ അത് വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 2 3 4 5 6 7 8. സോ വീണ്ടും 1 2 3 4 5 6 7. 20യുടെ ഹെക്സ് വരുമ്പോൾ എത്ര വരിക, ഇത് 1 ആണ്. 2 4 8 16 32 64 128. ഇപ്പോൾ 2 × 10 നമ്മൾ ചെയ്തു. ഇപ്പോൾ 20നെ സ്വാപ്പ് ചെയ്ത് 02 ആക്കി, എന്നിട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 20യുടെ എന്ത് കിട്ടും, ഹെക്സ് കോഡ് കിട്ടും. 20യുടെ ഹെക്സ് കോഡ് എത്രയാണ്, 1 1. 16 + 4 ആണ് 20. സോ ബാക്കിയെല്ലാം 0 കൊടുക്കുക. സോ ഇതാണ് എൻ്റെ ബൈനറി ഫോമിൽ വരിക. സോ ഇത് 2 × 20 ആണ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, 5 ആഡ് ചെയ്യുക. 5 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, 1 0 1 വരും. 5 ഓൾറെഡി നമ്മൾ ഡിജിറ്റ് സെപ്പറേറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആൻഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ആ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്താ വരിക, 0 + 1 1 വരും, 0 + 0 0 വരും, 1 + 1 0, റിമൈൻഡിങ് 1 വരും, 0 + 0 0 പ്ലസ് ഇവിടെ നിന്നുള്ള റിമൈൻഡർ 1 കൂടി ചേർക്കുമ്പോൾ ഇവിടെ 1 വരും, 1 + 0 1 വരും, 0 + 0 0 വരും, 0 + 0 0 വരും, 0 + 0 0 വരും. സോ ഇത് ഹെക്സ് ആക്കി കഴിഞ്ഞാൽ എന്താ കിട്ടുക, ലാസ്റ്റ് കിട്ടിയ വാല്യൂ 0 0 1 വിച്ച് ഈസ് 1 ആൻഡ് 1 0 0 1 വിച്ച് ഈസ് 9. സോ ഇതാണ് എന്ത് 29 എന്ന് പറഞ്ഞ 25 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത BCയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കോഡ്. സോ ഈ ലോജിക്ക് വെച്ചാണ് BCDയിൽ കൊടുക്കുന്ന ഇൻപുട്ടിനെ എക്സ് ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നത്. ഇനി പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ ഇതാണ് BCD to ഹെക്സ് കൺവേർഷൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന നേരത്തെ പറഞ്ഞാണ്, അപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു BCD വാല്യൂ ആയിരിക്കും. സപ്പോസ് 25 ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഹെക്സ് കോഡ് വിച്ച് ഈസ് 19 അത് ജനറേറ്റ് ചെയ്യണം. അതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വാല്യൂ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 25 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും, ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുക. ഇവിടെ 3000 സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂവിനെ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് മൂവ് XA, DPTR. സോ പിന്നെ ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുന്നു, മൂവ് R1, A. ഇനി എന്താ ചെയ്യണ്ടേ, സോ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റ് സെപ്പറേഷനാണ് ചെയ്യുന്നത്. സോ ഡിജിറ്റ് സെപ്പറേഷൻ ചെയ്യാനായിട്ട് ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യും. ആദ്യം F0 ആയിട്ട് ആൻഡ് ചെയ്യും. അപ്പോൾ അതാണ് ANL A,0 F0. അപ്പോൾ 2 ആൻഡ് F എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ആ വാല്യൂ തന്നെ കിട്ടും. 5 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ 0 കിട്ടും. സോ ഈ ഒരു ആൻഡ് ഓപ്പറേഷൻ കഴിയുമ്പോൾ കിട്ടുന്നത് 20 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, വാല്യൂ എപ്പോഴും അക്യൂമുലേറ്ററിൽ കൊണ്ടുവന്നിട്ട് ആൻഡ് ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. അക്യൂമുലേറ്റർ അല്ലാതെ വേറെ ഏതെങ്കിലും രജിസ്റ്ററിൽ കൊണ്ടുവച്ചുകൊണ്ട് ആൻഡ് ഓപ്പറേഷൻ മാത്രമല്ല ആൻഡ് ഓർ അതുപോലുള്ള ഒരു ലോജിക്കൽ ഓപ്പറേഷൻ നടത്തരുത്. എപ്പോഴും വാല്യൂ എയിലേക്ക് അക്യൂമുലേറ്റർ കൊണ്ടുവന്നിട്ട് വേണം ഇത് നടത്താനായിട്ട്. അപ്പോൾ 20 നമുക്ക് കിട്ടുന്നു. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്,
02 ആണ് നമുക്ക് വേണ്ടത്. കാരണം എന്താണ് 2 × 10 + 5 ആ ഒരു കാൽക്കുലേഷൻ നടത്തിയാലേ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കോഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 × 10 നടത്തണമെങ്കിൽ എന്ത് വേണം? 20 ആയിട്ട് പറ്റത്തില്ല. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു 02. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? 20നെ 02 ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? സ്വാപ്പ് ചെയ്യുന്നു. അപ്പർ ഹാഫും ലോവർ ഹാഫും കൂടെ സ്വാപ്പ് ചെയ്യുന്നു. അതാണ് സ്വാപ്പ് ചെയ്യുക. അടുത്ത എന്താ ചെയ്യുന്നത്? 2 × 10 ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് 10 0യെ കൊണ്ടുവരുന്നു. അതിനുശേഷം 2 × 10 കിട്ടാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ബി ചെയ്യുന്നു. അപ്പം 2 × 10 അതായത് 20ൻ്റെ ഹെക്സ് കോഡ് 20യുടെ ഹെക്സ് കോഡ് കിട്ടും. 20ൻ്റെ ഹെക്സ് കോഡ് എവിടെ ഉണ്ടാവും? അക്യുമുലേറ്ററിൽ ഉണ്ടാവും. സോ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് 5 ആഡ് ചെയ്യണം. 5 ആഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ 5 സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഒരു കോപ്പി നമ്മൾ R1 വെച്ചിട്ടുണ്ട് ഒറിജിനൽ നമ്പറിൻ്റെ. അത് വീണ്ടും എയിലേക്ക് എടുക്കുന്നു. മൂവ് A, R1. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ കിട്ടിയ 20യുടെ ഹെക്സ് അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യുക. എങ്കിലേ അതിലേക്ക് ഇനി 5 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനി വീണ്ടും നമ്മളൊരു ആൻഡ് ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. ആൻഡ് ഓപ്പറേഷനും നേരത്തെ പറഞ്ഞ പോലെ അക്യുമുലേറ്ററിൽ വാല്യൂ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അക്യുമുലേറ്ററിൽ ഓൾറെഡി ഉള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് മോഡിഫൈ ആവും. മോഡിഫൈ ആയിക്കഴിഞ്ഞാൽ ഈ 20 × 5 ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 × 10ൻ്റെ റിസൾട്ട് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് R2ലേക്ക് കൊണ്ടുവെക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? 2 × 10ൻ്റെ റിസൾട്ട് R2ൽ കൊണ്ടുവെക്കുന്നു. അത് കഴിഞ്ഞ് നേരത്തെ R1ൽ കൊണ്ടുവച്ചിരുന്ന ഒറിജിനൽ വാല്യൂ 25 വീണ്ടും എയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2 സെപ്പറേറ്റ് ചെയ്തു. ഇനി അടുത്തത് 5 സെപ്പറേറ്റ് ചെയ്യണം. സോ വി ഹാവ് ടു ആൻഡ് ഇറ്റ് വിത്ത് 0f. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ANL A, #0f. എന്താ സംഭവിക്കുന്നത്? 2 and 0 0 ആയി പോവും. 5 and f 5 കിട്ടും. അതായത് ഈ ആൻഡ് ഓപ്പറേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0, 5 ആയിരിക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നേരത്തെ 2 × 10ൻ്റെ റിസൾട്ട് R2ൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ എയിലുള്ള 5 കൂടെ ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ ഹെക്സ് കോഡ് ഓഫ് 25. അതെന്ത് ചെയ്യും? അത് അടുത്ത ലൊക്കേഷൻ ഇപ്പോൾ 3000 DPTR ഉള്ളത്. അടുത്ത ലൊക്കേഷൻ 3001 ആണ്. സോ 3001ലേക്ക് DPTR മൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ ഇത്രയാണ് പ്രോഗ്രാം.